ഓക്കെ ഗായ്സ്, വീണ്ടും എൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസൊക്കെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഗായ്സ്, ഇതിന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് വണ്ടർഷെയർ ഫിൽമോറയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വേറെ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിക്കാം. മൂവാവി വീഡിയോ എഡിറ്റർ എല്ലാം വണ്ടർഷെയർ ഫിൽമോറ എല്ലാം ഒരു കണക്കൊക്കെ തന്നെയാണ്, ഏതാണ്ടൊക്കെ നല്ല സമയമുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രീമിയർ പ്രോ ഉപയോഗിക്കുക. പ്രീമിയർ പ്രോ ഇത്തിരി ടഫാണ്. പിന്നെ നിങ്ങൾക്ക് എഡ്യൂസ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ കുറേ ഉണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ നല്ലതായിട്ട് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വണ്ടർഷെയർ ഫിൽമോറയൊക്കെ ഉണ്ട്. മൂവാവി വീഡിയോ എഡിറ്ററിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇടുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ വണ്ടർഷെയർ ഫിൽമോറയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ ഗായ്സ്, ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഒരു വീഡിയോ ഒന്നും ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അടിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കുറേ ടൂൾസ് കാണാം. ഇവിടെ മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യുക, ഇതിൽ തന്നെയുള്ള മ്യൂസിക്കുകളുണ്ട്, അതൊക്കെ ഡൗൺലോഡ് ചെയ്യണം. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചതാണ്. ഓക്കെ, ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇമ്പോർട്ട് മ്യൂസിക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടിൽ മ്യൂസിക് കൊടുക്കാം. പിന്നെ കുറേ ടെക്സ്റ്റ് അനിമേഷൻസ് ഉണ്ട്, കുറച്ചൊക്കെ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ കുറച്ചൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ ട്രാൻസിഷൻസ് ഉണ്ട്, കുറേ ഉണ്ട്. അതിൽ 9 മാത്രമേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കൂ, ബാക്കി എല്ലാം ഫ്രീ ആണ്. ഡൗൺലോഡിങ്ങും ഫ്രീ ആണ്. നിങ്ങളിപ്പോൾ ക്രാക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്തേക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ സെർവറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ക്രാക്ക് അങ്ങ് ബ്ലോക്കായി പോകും. പിന്നെ നിങ്ങൾ വേറൊരു കീ കൊടുത്തേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. പിന്നെ ഇവിടെ ഓവർലേസ് ഉണ്ട്, ഓവർലേ എല്ലാം ഡൗൺലോഡ് ചെയ്യണം. ആകെ നമുക്ക് ഒരെണ്ണം മാത്രമേ കിട്ടൂ, ഒരെണ്ണം മാത്രമല്ല 3-4 മാത്രമേ കിട്ടൂ. ലൈറ്റ് ലീക്സൊക്കെ ഉണ്ട്. പിന്നെ എലമെൻറ്റ്സ് ഉണ്ട്, എലമെൻറ്റ്സൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അത് ഫുള്ള് ഡൗൺലോഡ് ചെയ്യണം. എലമെൻറ്റ്സൊക്കെ നമുക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ കാണിക്കുമ്പോൾ ഓരോരോ ലൈക്ക് ചെയ്യാനൊക്കെ കാണിക്കുമ്പോൾ എന്നാണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു. ലൈക്കിൻ്റെയൊക്കെ പിക്ചറൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വീഡിയോ ഇടയ്ക്ക് ഇവിടെ വന്ന് കയറുന്ന കണക്ക് സൈഡ് കട്ട് ചെയ്ത് മാറ്റി ആ വീഡിയോ ഒക്കെ വരുന്ന കണക്കൊക്കെ ചെയ്യാം. പിന്നെ ലാസ്റ്റ് എക്സ്പോർട്ട് ഉണ്ട്. നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പം വാട്ടർമാർക്ക് വരും, വണ്ടർഷെയർ ഫിൽമോറ എന്ന വാട്ടർമാർക്ക് വരും. ഓക്കെ, നമുക്കിനി ഒന്ന് എഡിറ്റിങ് പഠിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്, ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതൊരു 10 മിനിറ്റിനകത്ത് നിൽക്കണം എന്നതാണ് ഞാൻ നോക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിലായിരിക്കണം ഈ വീഡിയോ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ വർക്ക് സ്പേസിനുള്ളിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ ഡൗൺലോഡിൻ്റെ കണക്കുള്ള ഒരു ആരോ ചിഹ്നത്തിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ ചോദിക്കും. ഞാനിവിടെ ഒരു പാട്ട്, ഒരു സോങ് വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഈ പ്ലസ് ചിഹ്നത്തിൽ നിൽക്കുക, നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ആവും. ഇല്ലെങ്കിൽ നേരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇടുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്കിതിലിപ്പം ടൈറ്റിലും ടെക്സ്റ്റ് അനിമേഷനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അത് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലസ് ആരോട് ഞെക്കിയാൽ മതി, പ്ലസ് സിമ്പിളിൽ ഞെക്കിയാൽ മതി. അപ്പോൾ അത് പ്രൊജക്റ്റിലോട്ട് ആഡ് ആയിക്കോളും. എന്നിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്താണ് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ 4 more
ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കളർ മാറ്റാം. ഞാൻ ഇവിടെ ഒരു റെഡാക്കുകയാണ്. റെഡാക്കിയതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഞാൻ സബ്സ്ക്രൈബ് ഫോർ മോർ വേറെ താങ്ക്സ് ഒന്ന് അടിച്ചിട്ടേക്കാം. താങ്ക്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ ഇതൊരു ടൈറ്റിൽ അനിമേഷനായിട്ട് കൊടുക്കാം. ഇൻട്രോ അനിമേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇൻട്രോ അനിമേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. ഇൻട്രോ ആയിട്ട് യൂസ് ചെയ്യാനാണ്. ഇൻട്രോ ആയിട്ട് യൂസ്. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും ബെറ്ററായിട്ട് നിങ്ങൾ കുറച്ച് നേരം ഇതൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ കുറേ ഉണ്ട് ഗായ്സ്, ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എല്ലാം അടിപൊളിയാണ്, സൂപ്പറുമാണ്. നിങ്ങൾക്ക് എഡിറ്റിങ് ചെയ്യാം. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സൈബർലിങ്ക് പവർ ഡിറക്ടറാണ്. അത് നിങ്ങൾ ഫോണിലുള്ളതിനെക്കാട്ടി പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ തന്നെ എഡിറ്റ് ചെയ്യാം. അതിൻ്റെ കമ്പ്യൂട്ടർ വെർഷനുണ്ട്. അത് 1 GB 1.40 1 GB 400 MB ആവും. ഓക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡും ചെയ്യാം. അതിൻ്റെ ക്രാക്കും എല്ലാം ലഭ്യമാണ്. ഇപ്പോൾ ഒന്നും ആരും മേടിക്കാറില്ല, എല്ലാം ക്രാക്കാണ്. ഞാനും ക്രാക്കാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രീമിയറും എല്ലാം ക്രാക്കാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ട്രാൻസിഷൻസ് കാണിച്ചു തരാം. അതിന് വേണ്ടി കൺട്രോൾ ഓക്കെ, നിങ്ങൾക്കിതാ ഇപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3-4-5 ടൂളുകൾ കാണാം. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഒരു കോൾ വന്നതുകൊണ്ടാണ് ഞാൻ പോയത്. ഓക്കെ, നമുക്ക് ഇപ്പം നമ്മളിവിടെ ഇപ്പം ടൂളല്ലേ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടൂളുകളുണ്ട്. നിങ്ങളിപ്പം അത് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എനിക്കിപ്പോൾ അൺഡു ചെയ്യണമെങ്കിൽ നേരെ ഇതിലോട്ട് ഞെക്കിയാൽ മതി, അൺഡു ആയിക്കോളും. എനിക്കത് വീണ്ടും ചെയ്യണമെന്ന് വെച്ചാൽ റീഡു ഷോർട്ട് കട്ടും എല്ലാം ഉണ്ട്. നേരെ ഇങ്ങനെ ഞെക്കിയാൽ മതി, റീഡു ആവും. ഓക്കെ, ഞാനിവിടെ കട്ട് ചെയ്ത് ഉപയോഗിച്ചതായി സിസേഴ്സിൻ്റെ ചിഹ്നമാണ്, കത്രികയുടെ ചിഹ്നമാണ്. Ctrl+B ഞെക്കിയാൽ മതി, എന്ന് വെച്ചാൽ കൺട്രോളും ബിയും കൂടെ ഒരുമിച്ച് ഞെക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഇതിവിടെ ക്രോപ്പ് ചെയ്യാം. ഇത് ഫ്ലാഷ് ആൻഡ് ഹോൾഡാണ്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഫ്ലാഷ് ആൻഡ് ഹോൾഡ് കൊടുത്തു. ഓക്കെ, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ആൻഡ് ഹോൾഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുക വീഡിയോ. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ട്രാൻസിഷൻസ് ആണ്. ബാക്കിയെല്ലാം കളറിൻ്റെ മറ്റു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ടൂൾസാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ട്രാൻസിഷൻസ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കുറേ ട്രാൻസിഷൻസ് ഇവിടെ ലഭ്യമാണ്. അതെല്ലാം ഫ്രീ ആണ്. ഓക്കെ, ഞാൻ ഒന്ന് സൂം ചെയ്യാണ്. സൂം ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ട്രാൻസിഷൻ ഇവിടെ കൊടുക്കുകയാണ്. കണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രാൻസിഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ മാറ്റി. ഓക്കെ, നല്ല സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. പിന്നെ കുറച്ച് ഫിൽറ്ററുകളുണ്ട്. ഇപ്പോൾ തന്നെ 10 മിനിറ്റായി. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യാനാണ് പാട്, അതുകൊണ്ടാണ്.
ഓക്കെ, ഇല്ലെങ്കിൽ ഞാനിത് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ ഓക്കെ നിങ്ങൾക്കിപ്പം ഇവിടെ ഫിൽറ്ററിൽ കുറേ ഉണ്ട്, അതെല്ലാം ഫ്രീ ആണ്, ഡൗൺലോഡഡ് ആണ്. ഇനി ഡൗൺലോഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഞാൻ ഒരു ജസ്റ്റ് ഒരു പാർട്ടിക്കിൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനത്തെ കുറേ പാർട്ടിക്കിളും എല്ലാം ഉണ്ട്. പിന്നെ ഓവർലേസ് ഉണ്ട്. ഓവർലേ നിങ്ങൾക്ക് പകുതിയും ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്യണം, പകുതിയും ഡൗൺലോഡ് ചെയ്യണം. പിന്നെ എലമെൻറ്റ്സ് ആകെ ഒരെണ്ണം മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ. ബാക്കിയെല്ലാം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡിങ്ങും എല്ലാം ഫ്രീ ആണ്. ഓക്കെ, ഇനി സ്പ്ലിറ്റ് സ്ക്രീൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. സ്പ്ലിറ്റ് സ്ക്രീൻ ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഇതിപ്പോൾ 4 ഫ്രെയിമുള്ള സ്പ്ലിറ്റ് സ്ക്രീനാണ്. ആവശ്യമുള്ള വീഡിയോസ് എല്ലാം അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു വീഡിയോ തന്നെ പല സെഗ്മെൻ്റ് ആയിട്ടാണ് ഇടുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പ്രീമിയർ പ്രോയിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഒരു കൊച്ച് വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായി കാണും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അത്ര ടൈമും ഒന്നും ആവില്ല. ജസ്റ്റ് ഇതാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് എടുക്കുക. ഞാൻ ഇവിടെ MP4 എക്സ്പോർട്ട് ചെയ്യുകയാണ്. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം, എല്ലാം ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിലിടാം. ഓക്കെ, ഞാൻ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരും. പിന്നെ ഞാൻ വേറെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇതേപോലുള്ളൊരു വേറൊരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിലൂടെ എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. പിന്നെ പ്രീമിയർ പ്രോയുടെ ഒരു വലിയൊരു ട്യൂട്ടോറിയലുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണിൽ ടാപ്പ് ചെയ്യുക. ഓക്കെ.